ഇന്ത്യയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ഒരു സുപ്രധാനമായ ചുവടുമാറ്റം, അതിന് ഒരുപക്ഷെ അതിന് കരുത്തും ഇച്ഛാശക്തിയും വലിയ എതിർപ്പുകൾക്കിടയിലും അങ്ങനെ ഒരു കൺവിക്ഷനോടുകൂടി ഒരു തീരുമാനമെടുത്ത വ്യക്തി എന്ന നിലയിലായിരിക്കും എക്കാലവും ഇനി മൻമോഹൻ സിംഗിനെ രാജ്യം അല്ലെങ്കിൽ സാമ്പത്തിക ലോകമൊക്കെ അടയാളപ്പെടുത്തുക, ഒരു പ്രധാനമന്ത്രി എന്നതിൽ അപ്പുറത്തേക്ക്. തീർച്ചയായിട്ടും ഗോകുല, ചരിത്രത്തിന്റെ ഏടുകളിൽ അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതല്ല, അതിലുപരി ഒരു സാമ്പത്തിക മേഖലയിൽ ഇത്രയേറെ അവഗാഹമുള്ള ഒരു വ്യക്തിയായി തന്നെ അദ്ദേഹത്തെ അടയാളപ്പെടുത്തും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, അത് സാമ്പത്തിക തകർച്ച നേരിട്ടിരുന്ന ആ സാഹചര്യത്തിലാണ് അദ്ദേഹം കൈകൊടുത്ത ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പലതരത്തിലുള്ള നടപടികൾ തന്നെ ആരംഭിക്കുന്നത്. ആ സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും പരിഷ്കരിക്കാനും സമൂലമായ ഒരുപാട് നടപടികൾ അദ്ദേഹം ധനമന്ത്രിയായിരിക്കെ കൊണ്ടുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സാമ്പത്തിക ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും അദ്ദേഹം കൊണ്ടുവന്നത്. അങ്ങനെ അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ അതിന് മറ്റൊരു ദിശ ആ കാലത്ത് നൽകുകയാണ് ചെയ്തത്. എന്നാൽ ലോകസഭയിലേക്ക് അദ്ദേഹം ഒരിക്കൽ പോലും മത്സരിക്കാൻ തയ്യാറായില്ല. 5 തവണ അദ്ദേഹം ആസാമിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം രാജ്യസഭയിലെത്തി. ഒടുവിൽ 2019 രാജ്യസഭ ആ ഒരു അംഗത്വം അത് രാജസ്ഥാനിലേക്ക് അദ്ദേഹം മാറ്റുന്നത്. എന്നാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന നാളുകളിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് വരുമ്പോൾ വീൽ ചെയറിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. അത്രയ്ക്ക് അവശതകൾ, ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. അപ്പോഴും അദ്ദേഹം ഈ പാർലമെന്റിലെ പല ചർച്ചകളുടെ ഭാഗമാവുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാര്യം അദ്ദേഹത്തെ മൗനി ബാബ എന്ന് ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞുള്ള പല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ ഒരു മോട്ടിവേഷൻ എന്ന തരത്തിലായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ഈ ധനമന്ത്രി ആയ ശേഷം 91 ധനമന്ത്രി ആയ ശേഷം അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുന്നത് പോലും ഞങ്ങൾ ഒരുപാട് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, എന്നാൽ ഈ പറഞ്ഞതുപോലുള്ള ഒരു സമയമാകുമ്പോൾ ആ ആശയത്തെ, മുന്നിലേക്ക് വരുന്ന ആശയത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതായിരുന്നു അദ്ദേഹം അന്ന് പാർലമെന്റിൽ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ട്. ഈ ലോകം മുഴുവനും അത് ശ്രദ്ധയാർജിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ പല അതായത് മറ്റ് ശക്തികളെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്ന പല ശക്തികളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ BBC-ക്കൊക്കെ നൽകിയ അഭിമുഖങ്ങൾ ആ കാലത്ത് വളരെ ചർച്ചയായിരുന്നു. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ പോലുള്ള നേരിന്റെയും അതുപോലെ കൃത്യമായ രാജ്യത്തിന് പുത്തൻ ദിശ നൽകുന്നതുമായിരിക്കണം തുടങ്ങിയ ഒരുപാട് പ്രസ്താവനകൾ അന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ പോലും അദ്ദേഹം ഒരിക്കൽ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം, മോദി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് മോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയാൽ അത് രാജ്യത്തിന്റെ വിനാശമായിരിക്കുമെന്ന് മൻമോഹൻ സിംഗ് പറയുകയും അത് പിന്നീട് തിരുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ അന്ന് ഉപയോഗിച്ച വാക്ക് അത് ശരിയായില്ല, അത് അദ്ദേഹം ക്ഷമ പറഞ്ഞ് തിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എളിമയുടെയും ഈ പറഞ്ഞതുപോലുള്ള അദ്ദേഹം ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ തെറ്റുകൾ പോലും സ്വയം മനസ്സിലാക്കി അതിൽ ഖേദം പ്രകടിപ്പിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ആളായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ്. ഈ പറഞ്ഞതുപോലുള്ള അദ്ദേഹത്തിന്റെ ആരെയും വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ വിമർശനങ്ങളിൽ എപ്പോഴും ഈ പറഞ്ഞതുപോലുള്ള മുള്ളുവെക്കുന്ന തരത്തിലേക്കോ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലേക്കോ അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പല വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. 2004 മുതൽ 2014 വരെ UPA സർക്കാരിനെ നയിച്ച പ്രധാനമന്ത്രി അന്ന് നയിച്ച മൻമോഹൻ സിംഗിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഒടുവിൽ 2014 അവസാന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് സാമ്പത്തിക രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിന് കൃത്യമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. 1991 മുതൽ
രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം നോട്ട് നിരോധനത്തെയും അതുപോലെ ചരക്ക് സേവന നികുതിയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റ പ്രഹരം എന്ന തരത്തിൽ അദ്ദേഹം വിശേഷിപ്പിക്കുന്നതിന് പോലും കാരണമായത്. അദ്ദേഹത്തിന് കൃത്യമായ പരിജ്ഞാനം ആ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ രീതിയിൽ തന്നെയായിരിക്കും മൻമോഹൻ സിംഗിനെ കാലം അടയാളപ്പെടുത്തുക. ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നുപരി സാമ്പത്തിക രംഗത്ത് കൃത്യമായ സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിൽ തന്നെയായിരിക്കും അടയാളപ്പെടുത്തുക എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ആ മൻമോഹൻ സിംഗ് ആണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ലഭിക്കുന്ന വിവരപ്രകാരം 9:15 കൂടിയായിരുന്നു അന്ത്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 മണിയോടെയായിരുന്നു ആരോഗ്യസ്ഥിതി അതീവ മോശമാവുകയും എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത്. എന്തായാലും നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ പുറത്തു വരുന്നത്.